ദേ കിടക്കണ തന്തൂരി ചിക്കൻ നമുക്ക് എയർ ഫ്രയറിൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിന് മുന്നേ ദേ ഞാനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ്. അപ്പോൾ ദേ അതവിടെ ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ദേ ഒരു വലിയ കാട്ട ലെഗ് പീസ് നോക്കി എടുത്തിട്ട് വരഞ്ഞെടുക്കാം കേട്ടോ ആദ്യം. ഇനി ഒരു പാത്രത്തിനകത്തോട്ട് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി, പിന്നെ കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ്, ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തത് നമുക്കിത് ആ ചിക്കൻ്റെ പുറത്തോട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇനി അത് മൊത്തവും തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണമേ മിനിമം. എന്നിട്ട് ദേ നമുക്ക് ആ സിലിക്കോൺ ട്രേയിലോട്ട് കുറച്ച് ഓയിൽ തടവിയ ശേഷം ആ ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുത്ത ശേഷം 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റോളം വെച്ച് കൊടുക്കാവേ. അപ്പോഴേക്കും അത് അവിടെ ഇരുന്ന് ആവണ നേരം കൊണ്ട് ഇതേ ഒരു ചട്നി റെഡിയാക്കി എടുക്കണം. നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് തൈര്, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി ആ ചട്നിയിൽ മുക്കി ഒരു പിടി പിടിക്കണം. എൻ്റെ പൊന്നേ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകാതെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അതെ ചിക്കനൊക്കെ തട്ടിച്ച് നേരെ ഉണ്ണീശോയ്ക്ക് ഉടുപ്പ് കൊടുക്കാൻ പള്ളിയിൽ പോയി വന്ന് ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേ വിന്നറിനെ കാണണ്ടേ. മേരി സാന്ദ്ര, ആർക്ക് കിട്ടിയാലും ഹാപ്പി. മേരി സാന്ദ്ര ഹാപ്പി ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഹാപ്പി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. പിന്നെ ചെരുപ്പിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാവേ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.